കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാനൊരു ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ സാറ്റർഡേ ബൈബിൾ ക്ലാസിന്റെ 136 സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. റോമാലേഖന പഠനത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ 7 അധ്യായങ്ങൾ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ 8ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ് 8ാമത്തെ അധ്യായം. ഞാൻ അതുകൊണ്ട് മുഖവരയായിട്ടൊന്നും പറയുന്നില്ല, നേരിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. ബൈബിളിലെ തന്നെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് റോമാലേഖനം എന്ന് ഇതിനോടകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റോമാലേഖനത്തിലെ തന്നെ ബൈബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8ാം അധ്യായമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതുപോലെ മാധുര്യമേറിയ, അതുപോലെ അനേക സത്യങ്ങൾ, നമുക്ക് മറ്റൊരിടത്തും ലഭിക്കാത്ത അനേക സത്യങ്ങളുടെ ചുരുളഴിയുന്ന, കെട്ടഴിയുന്ന പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് 8ാമത്തെ അധ്യായം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിൾ ഒരു വിശേഷപ്പെട്ട മോതിരമാണെങ്കിൽ ആ മോതിരത്തിന്റെ കല്ലുകളാണ് റോമാലേഖനം എന്ന് പറയുന്നത്. അതിലെ തന്നെ ഏറ്റവും തിളക്കമേറിയ ദീപ്തിമത്തായ കല്ലാണ് 8ാമത്തെ അധ്യായം എന്ന് വേണമെങ്കിൽ പറയുവാനായിട്ട് കഴിയും. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ അധ്യായം. റോമാലേഖനത്തിന്റെ മൊത്തത്തിൽ മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റോമാലേഖനത്തിന്റെ സംഗ്രഹം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ നീതി എന്ന വിഷയമാണ്. ദൈവനീതി, നീതീകരണം, ദൈവത്തിന്റെ നീതി ലഭിക്കുന്ന വിഷയമാണ് ഈ റോമാലേഖനത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു സംക്ഷിപ്തം, ഒരു സക്സിന്റെ രൂപം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ നീതി എന്നുള്ളൊരു വിഷയമാണ്. എന്നാൽ 8ാം അധ്യായം അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ 8ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ചിട്ട് ക്രിസ്തുവേശുവിൽ തോൽവിയില്ല എന്ന് പ്രസ്താവിച്ച് അത് പുരോഗമിക്കുകയും കർത്താവായ യേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞ് അത് അവസാനിക്കുകയും ചെയ്യുക. ആ അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, തുടക്കത്തിൽ അത് പറഞ്ഞ് ആരംഭിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി. നമുക്ക് തോൽവിയില്ല, ക്രിസ്തുവേശുവിൽ നാം ജയം പ്രാപിച്ചു വരുന്നു, അങ്ങനെ ജയം പ്രാപിക്കുന്നു, തോൽവിയില്ല എന്ന് പ്രസ്താവിച്ച് അത് പുരോഗമിക്കുകയും അതിന്റെ അവസാനം എത്തുമ്പോൾ ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ ഒരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ആ അധ്യായം അവസാനിക്കുക. 7ാം അധ്യായം നമുക്കറിയാം, ന്യായപ്രമാണം മൂലം വിടുതലും വിജയവും നമുക്ക് ലഭിച്ചില്ല. ന്യായപ്രമാണം നാം ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം 8ാം അധ്യായത്തിൽ കൃപയാൽ അതെല്ലാം നമുക്ക് അവകാശമായി ലഭ്യമായിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന ഒരു അധ്യായമാണ്. ഈ അധ്യായത്തെ പരിശുദ്ധാത്മാവിന്റെ അധ്യായം എന്ന് വേദപണ്ഡിതന്മാര് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ അധ്യായത്തിൽ 19 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുത്തു പറയുകയും പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇംഗ്ലീഷ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 21 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ബൈബിളില് ഒരു ബുക്കിലും ഒരു പുസ്തകത്തിലും ഒരു അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രമാത്രം പ്രസ്താവിച്ചിട്ടുള്ള വേറൊരു അധ്യായവുമില്ല. റോമാലേഖനത്തിലെ 8ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 19 പ്രാവശ്യം ഈ മലയാളം ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിന്റെ ചില പ്രത്യേകതകൾ ഞാനൊന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഏതൊക്കെ വിഷയത്തിൽ നിൽക്കും, ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കും. പ്രാരംഭമായിട്ട് ഒന്നാമതായിട്ട് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ കൃപയാൽ വിശ്വാസം മൂലം നമുക്ക് സാധ്യമായിരിക്കുന്നു എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കും. രണ്ടാമതായിട്ട് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ആ ആത്മാവ് കൊണ്ട് ജീവിപ്പിക്കും എന്നുള്ളൊരു സത്യം, എന്നുള്ളൊരു വിഷയം നമ്മൾ അല്പം കൂടെ കൂടുതലായിട്ട് പഠിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ഓഫ് കോഴ്സ് നമ്മൾ 6ാം അധ്യായത്തിൽ പഠിച്ചതാണ്, ആ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് കഴിയുമ്പോഴോ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഈ 8ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ആ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരികയും അങ്ങനെ നാം യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആത്മാവുമായിട്ട് ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആ ആത്മാവ് രക്ഷിക്കപ്പെട്ട നമ്മുടെ ഉള്ളത്തിലേക്ക് വരികയും ആ ആത്മാവ് കൊണ്ട് അവൻ നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും. ജീവനും ചൈതന്യമുള്ളതാക്കും. നമ്മുടെ ഈ മർത്യ ശരീരം ഇതിനെ ജീവനുള്ളതാക്കും, ഇതിനെ ചൈതന്യമുള്ളതാക്കും.
ഹല്ലേലൂയ. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. മൂന്നാമതായിട്ട്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളുമാകുന്നു. ഇത് അടുത്തൊരു വിഷയം, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. നാലാമതായിട്ട്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് നാം ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മുടെ ഈ ശരീരത്തിന് ഇതുവരെയും വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല. ഈ ശരീരം, ഈ മൺകൂടാരം, ഈ മണ്ണാങ്കട്ടയാണ്. ഇതിനൊരു വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല. വീണ്ടെടുപ്പ് ഉണ്ടായിരിക്കുന്ന നമ്മുടെ അകത്തെ മനുഷ്യനാണ്. നമ്മൾ ഈ പുറത്തെ ഈ മണ്ണാങ്കട്ടയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത്. ഇതിനൊരു വീണ്ടെടുപ്പ് ഉണ്ടായിട്ടില്ല. ആ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് ഉണ്ടാവും. പുത്രത്വത്തിന്, നമ്മുടെ ആ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് നാം ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നു. എന്ന് ആ വീണ്ടെടുപ്പ് നടക്കും? എന്താണ് ആ വീണ്ടെടുപ്പ്? എന്ത് ശരീരം നമുക്ക് ലഭിക്കും? എന്താണെന്ന് ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ള വിഷയമൊക്കെ നമ്മൾ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്രീ ഡെസ്റ്റിനേഷൻ, മുൻ നിയമനം. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. എന്താണ് ആ മുൻ നിയമനം, പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ആറാമതായിട്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും നമ്മെ വേർപിരിക്കാനാവില്ല. വൺസ് യു ആർ സേവ്ഡ്, യു ആർ ഓൾവേസ് സേവ്ഡ്. നാം കർത്താവിന്റെ ആ സ്നേഹത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മെ ഒരിക്കൽ ആ നീതീകരണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നെ ആ ദൈവ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തു യേശുവിൽ നിന്ന് ഒരു ശക്തിക്കും, ഉലകത്തിലാകട്ടെ സ്വർഗത്തിലാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, നമുക്ക് ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, യാതൊരു ശക്തിക്കും നമ്മളെ ക്രിസ്തു യേശുവിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിവുള്ളതല്ല. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ 8-ാം അധ്യായത്തിൽ ചിന്തിക്കും. ആധികാരികമായിട്ട് നമ്മൾ അതിനെയൊക്കെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ബൈബിളിന്റെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അതൊക്കെ ചിന്തിക്കും. ഇന്ന് നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പ്രാരംഭമായിട്ട് 8-ാം അധ്യായം ഇന്ന് ദൈവം അനുവദിച്ചാൽ 11-ാമത്തെ വാക്യം വരെ ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചാണ് ആയിരിക്കുന്നത്. ദൈവം അതിന് സാവകാശം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. എന്നോടുകൂടി വചനത്തെ ശ്രദ്ധിച്ചാട്ട്. 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 11-ാമത്തെ വാക്യം: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ വാക്യം വരെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രാരംഭവാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh but after the Spirit. ഇവിടെ പറയുന്നത്, 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പൊതുവെ നമുക്കറിയാം, റോമാലേഖനം ഒരാൾക്ക് സാധാരണ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടത്തില്ല. നമുക്ക് കർത്താവ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്ന സിംപ്ലിഫൈഡ് വേർഷൻ, ആ രീതിയിലുള്ള സുവിശേഷങ്ങളാണ് ഒട്ടുമുക്കാലും ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. റോമാലേഖനമൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരല്പം ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ശ്രദ്ധിക്കണം. കാര്യം സിമ്പിളാണ്, നമ്മളതിനെ പഠിക്കണം. ഈ അനുഗ്രഹം വരുന്നു, സൗഖ്യം വരുന്നു എന്നൊക്കെ പറയുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, കർത്താവ് കൈവെക്കുമ്പോൾ സൗഖ്യം ലഭിക്കുന്നു എന്നൊക്കെ പറയുന്നുള്ള സുവിശേഷമാണ് പൊതുവെ ക്രിസ്ത്യാനിക്ക് അറിയാവുന്നത്. ഒരല്പം കൂടെ ഡിഗ്രി കൂടിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അല്പം കൂടെ കട്ടിയായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയി പോകും. ഈ റോമാലേഖനമൊക്കെ നമ്മൾ വേണ്ടുന്ന രീതിയിൽ പഠിച്ചില്ലെങ്കിൽ 1 വർഷം കുത്തിയിരുന്ന് വായിച്ചാലും ഇതെന്താ പറയുന്നതെന്ന് ശരിക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അതിന്റെ ആ ഓർഡർ അനുസരിച്ചും പ്രോപ്പറായിട്ട്
തിരുവചനം പഠിക്കേണ്ടുന്ന രീതിയിലും റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും കഴിയാതെ പോകും. അതുകൊണ്ട് 8-ാം അധ്യായത്തില് വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഇതുവരെയും ഒരു സംശയവുമില്ല. 7-ാം അധ്യായം വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. എന്റെ മുന്നിൽ ഇരിക്കുന്നവരും നമ്മളെ ശ്രദ്ധിക്കുന്നവരുമായിട്ടുള്ളവർക്ക് ഈ റോമാലേഖനത്തിൽ എന്തെങ്കിലും കല്ല് കടിക്കുന്നതായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അത്രത്തോളം സിംപ്ലിഫൈഡ് ആയിട്ടാണ് നമ്മൾ ഇതിനെ പഠിച്ചും പോകുന്നത്. ഇതുവരെ ഒരു സംശയവും നിങ്ങളിൽ ആർക്കും ഉണ്ടാകത്തില്ല. ഏത് ഭാഗത്തു നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിച്ചാലും അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ അതുകൊണ്ടെന്ന് പറയാൻ കാര്യം? അതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, there is therefore എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതുകൊണ്ടെന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ബേസിസിലാണ് ആ അതുകൊണ്ട് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നമുക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന പലർക്കും ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ പലർക്കും ഇത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ ഇറങ്ങിപ്പോകും. പലരും അത് ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടത്തില്ല എന്താ നമ്മൾ പഠിച്ചതെന്നുള്ളത്. അങ്ങനെ ആവരുത്. തിരുവചനമാണ് നമ്മൾ പഠിക്കുന്നത്. വേറെ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് പൊതുവെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ സിരിയെ ഏർപ്പെടുത്തുക കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. നമുക്ക് ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ സിരിയെ വിളിക്കും. സിരി അതെന്താണ് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്, അല്ലെങ്കിൽ സിരി ഇതെന്താണ് ഞാൻ ഇവിടെ പഠിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ട് ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. പലർക്കും സിരി ഇല്ലാതെ ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുക. സിരി മാത്രമല്ല, ഇതുപോലെ തന്നെ അലക്സായും സിരിയും ഒക്കെ വ്യാപകമായിട്ട് കർത്താവിനെക്കാട്ടിൽ കൂടുതൽ സിരിയാണ് ആശ്രയിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് അലക്സയോടും സിരിയോടുമാണ്. ഈ സിരിയെന്നും അലക്സ എന്നൊക്കെ പറയുന്നത് ഡിജിറ്റൽ ചാറ്റ് ബോട്ടുകളാണ്. ഡിജിറ്റൽ അസിസ്റ്റന്റ്, വെർച്വൽ അസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ഈ എന്താ പറയുന്നത് AI വന്നപ്പോൾ അതിലൊരു ജെമിനി വന്നിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു AI ചാറ്റ് ബോട്ടാണ് ജെമിനി എന്ന് പറയുന്നത്. ഒത്തിരി പേര് ജെമിനിയോട് ചോദിക്കാറുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും ഉടനെ ജെമിനിയാണ് വിളിക്കുന്നത്, ജെമിനിയോടാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു നമ്മുടെ ഒരു എപ്പിസോഡ് ഈ എന്താ പറയുന്നത് സ്നാനത്തെക്കുറിച്ച്, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലെ ഷണ്ണന്റെ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിലാരോ ഒരാൾ ജെമിനിയോട് ചോദിച്ചേക്കുന്നു, ഇത് ശരിയാണോ, ഈ ഷണ്ണൻ യഹൂദനാണോ, യഹൂദ മതാനുസാരിയാണോ എന്ന് ജെമിനിയോട് ചോദിച്ചിട്ട് ജെമിനിയുടെ അഭിപ്രായം അതില് കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ജെമിനിയും പറയുന്നത് അതൊരു യഹൂദനാണ്, അല്ലെങ്കിൽ ഒരു യഹൂദ മതാനുസാരിയാണെന്നാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജെമിനിയെ ആശ്രയിക്കുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുക. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമ്മൾ റോമാലേഖനം പഠിച്ചു വരിക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരല്പം പെട്ടെന്ന് അതിനൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് അതുകൊണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ സമയത്തൊന്ന് ഓർപ്പിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 7 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു. ശരിക്കും ആ പഠിച്ചതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതെല്ലാം പേൾ ഓഫ് വിസ്ഡമാണ്. അത് ആത്മീക അറിവിന്റെ മുത്തുകളാണ്. അത് നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടുന്നാൽ ഒരു ബൈബിൾ കോളേജിലും ലഭിക്കുന്നതല്ല. നിങ്ങൾ ഒരു പ്രസംഗത്തിലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. കാര്യം വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഈ റൈറ്റ് ഡിവിഷൻ എന്താണ്, തിരുവചനവും ദൈവിക പദ്ധതികളും, ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗാഡ്, ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആ ദ്വിമാന പദ്ധതി, ടു ഫോൾഡ് പർപ്പസ് എന്താണെന്ന് മനസ്സിലായിരിക്കുന്നത് വളരെ ചുരുക്കം പേർക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് കേൾക്കാനോ ലഭിക്കുന്ന അറിവോ അല്ല ഈ ബൈബിൾ ക്ലാസ്സിലൂടെ ലഭിക്കുന്നത്. അതെല്ലാം സ്പിരിച്വൽ എന്താ പറയുന്നത് പേൾ ഓഫ് വിസ്ഡംസ് ആണ്, അറിവിന്റെ മുത്തുകളാണ്. അതുകൊണ്ട് അത് മറന്നു പോകല്ല. എന്നിരുന്നാലും ഞാൻ അതിനൊന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. നിങ്ങളെ അതിന്റെ ഹൈലൈറ്റ്സ് മാത്രം ഒന്ന് റീക്യാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നതും നമ്മുടെ മെമ്മറി റിഫ്രഷ് ചെയ്യുന്നതും നല്ലതാണ്. 1-ാം അധ്യായം നമുക്കറിയാം, 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആ റോമാലേഖനത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. 17-ാമത്തെ അധ്യായത്തിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, റൈച്ചസ് വിൽ ലീവ് ബൈ ഫെയ്ത്ത്
എന്ന് പറഞ്ഞിട്ട് 18-ാമത്തെ അധ്യായം മുതൽ ആ വിഷയത്തിലേക്ക് എഴുത്തുകാരൻ കടക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിരിക്കുന്നു. അതിൽ യഹൂദനെന്നും ജാതിയെന്നുമില്ല, എല്ലാവരും ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ വിശേഷിച്ച് ജാതികളെ പരാമർശിച്ചാണ് അത് പറയുന്നത്. ജാതീയ ലോകം പാപികളും ദൈവം മുൻപാകെ ശിക്ഷാർഹരുമാണ് എന്ന് 1-ാമത്തെ അധ്യായത്തിൽ കൂടി 2-ാമത്തെ അധ്യായത്തിൽ കൂടി തെളിയിക്കുക. ആ 2-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം, യഹൂദനും ഒരുപോലെ പാപത്തിന് കീഴിലാകുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. മനുഷ്യന്റെ സാർവത്രിക തോൽവി, സർവ്വലോകവും ദൈവം മുൻപാകെ ശിക്ഷാർഹരാണ്, സ്വർഗീയ കോടതിയുടെ മുൻപിൽ ശിക്ഷയ്ക്ക് അർഹരാണ്. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഇത് ദൈവം മുമ്പാകെ ദൈവിക വ്യവസ്ഥ പ്രകാരം പൗലോസ് അപ്പോസ്തലൻ നമ്മെ എടുത്ത് കാണിക്കുക. 2-ാമത്തെ അധ്യായത്തിൽ യഹൂദൻ പാപിയാണ്, അവരും പാപത്തിന് കീഴിലാകുന്നു എന്ന് തെളിയിക്കുക. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളുവാനേ പറ്റത്തില്ല. കാര്യം അവർ ദൈവത്താൽ വിളിക്കപ്പെട്ട ജനമാണ്, രാജകീയ പുരോഹിത വർഗമാകുവാനുള്ളവരാണ്. കൽപ്പനകളും പ്രമാണങ്ങളും ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ലഭിച്ചവരാ, അവരതനുസരിച്ച് ജീവിക്കുന്നവരാ. അവരെ സംബന്ധിച്ചിടത്തോളം പാപികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. പാപിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ തിരിഞ്ഞു നോക്കും. അവർ പറയും, ഞങ്ങൾക്ക് പിതാവായിട്ട് അബ്രഹാമുണ്ട്, അബ്രഹാമിന്റെ സന്തതിയായി ഞങ്ങൾ, വാഗ്ദത്തം ലഭിച്ചിരിക്കുന്ന അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ സന്തതി പരമ്പരയായി ഞങ്ങളെ നോക്കി പാപികളെന്ന് പറയുവാൻ ഒരധികാരവും ഇല്ല എന്ന മട്ടിൽ അവർ നോക്കും. അതാ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞപ്പോഴും അവര് കർത്താവിനെ പറയുമ്പോഴും അവർ ആ നിലയിൽ കർത്താവിനോട് ഇടപെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഞങ്ങൾക്ക് പിതാവായിട്ട് അബ്രഹാം ഉണ്ട് എന്ന് നിങ്ങൾ പറയാൻ തുനിയരുത്. ദൈവത്തിന് അബ്രഹാമിൽ നിന്നല്ല, ഈ കല്ലുകളിൽ നിന്ന് വരെ സന്തതികളെ ജനിപ്പിക്കുവാൻ കഴിയും. അബ്രഹാമിന്റെ യാതൊരു പാരമ്പര്യവും നിങ്ങൾക്ക് പറയുവാൻ കഴിയത്തില്ല. നിങ്ങൾ ഒരുപോലെ പാപത്തിലായിരിക്കുന്നു എന്ന് കർത്താവ് അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു രംഗം അറിയാം. ഇവരെ പാപികളാണെന്ന് തെളിയിക്കുവാനും വിധിക്കുവാനും അല്പം പാടാ. അത് പൗലോസ് അപ്പോസ്തലൻ വളരെ ഭംഗിയായിട്ട് അവർ ഏത് കാരണത്താൽ പാപികളായിരിക്കുന്നു എന്ന് 2-ാം അധ്യായത്തിൽ കൂടി വിശദീകരിച്ചിരിക്കുക. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാം, പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് ലോകത്തിൽ അവതരിക്കുകയും ആ പാപങ്ങളുടെ പരിഹാരത്തിനായി ഒരു മറുവില യാഗം ആയി തീരുകയും ചെയ്തിരിക്കുന്നു. അവന്റെ കൃപയാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ, ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് ആ പുസ്തകത്തിൽ കൂടി പറയുക. 3-ാമത്തെ അധ്യായത്തിൽ കൂടെ പറയുക, കർത്താവിന്റെ കൃപയാൽ, നിങ്ങളുടെ യാതൊരു പ്രവൃത്തികളാലുമല്ല, കർത്താവിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നാം നീതീകരിക്കപ്പെടുന്നു. അവിടെ നിങ്ങൾ പാപികളാണെന്ന് 1-ഉം 2-ഉം അധ്യായത്തിലൊക്കെ തെളിയിച്ച് 3-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്ത് വന്നു കഴിയുമ്പോൾ പറയുകയാണ്, നിങ്ങൾ സൗജന്യമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം നീതീകരിക്കപ്പെടുവാൻ വാതിൽ തുറന്നിരിക്കുന്നു, ഓപ്ഷൻ ഓപ്പൺ ആയിരിക്കുന്നു. 25-ാമത്തെ വാക്യത്തിൽ അതിമനോഹരമായ ഒരു വാക്യമാണ്, വിലയിടാൻ പറ്റാത്ത രീതിയിൽ അമൂല്യമായ വാക്യങ്ങളാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആദം മുതലുള്ള ജനത്തിന് രക്ഷിക്കപ്പെടുവാൻ, ആദം മുതൽ ന്യായപ്രമാണം ലഭിച്ച മോശ വരെയുള്ള ജനത്തിനും, ന്യായപ്രമാണം ലഭിച്ച മോശ മുതൽ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്ന കാലം വരെയുള്ള ജനത്തിനും, പോളിനെ വിളിച്ച് ഇനിയുമുള്ള വരുവാനിരിക്കുന്ന കാലത്തും സകല മനുഷ്യർക്കും രക്ഷപ്പെടുവാൻ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് 3-ാം അധ്യായത്തിൽ കൂടെ പറയുക. അത് കർത്താവ് അതിന് പരിഹാരം വരുത്തിയിരിക്കുക. ദൈവം നീതിമാനും നീതീകരിക്കുന്നവനുമാണ്. നാം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കൈയൊഴിഞ്ഞു മാറുന്നവനല്ല, നീതീകരിക്കുന്നവൻ കൂടി. അതിനുള്ള മാർഗം നമുക്ക് വേണ്ടി തുറന്നിരിക്കുക. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി മറുവില യാഗമാക്കിയിരിക്കുക. യു ആക്ച്വലി നീഡ് ടു ഡു നത്തിങ് മോർ ദാൻ ദിസ് ടു ബി സേവ്ഡ്. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുകയാണ്. ഇഫ് യു ആഡ് എനിത്തിങ് ടു ദിസ്, ഇതിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, it is an insult to the cross of Christ. It is an insult to the blood of Christ. കർത്താവിന്റെ ക്രൂശിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കർത്താവ് കാൽവറിയിലൂടെ ഒഴുക്കിയ രക്തത്തിനെ നിങ്ങൾ വിലമതിക്കാത്തതിന് തുല്യമാണ്. ഇതിന്റെ കൂടെ നിങ്ങളുടെ രക്ഷയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട്, നിങ്ങൾ ഇതിന്റെ കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ട് എന്റെ ഇന്ന കാരണങ്ങളാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നു നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ, it is an insult to the cross of Christ.
നിങ്ങളുടെ രക്ഷയ്ക്ക് ഇറ്റ് ഈസ് ക്രോസ് പ്ലസ് നത്തിങ്. നിങ്ങൾക്ക് വേറെ ഒരു കാര്യങ്ങളും ക്രൂശിന്റെ കൂടെ ഇനി ചേർക്കേണ്ടതായിട്ടില്ല. എവറിത്തിങ് ഹാസ് ഓൾറെഡി ബീൻ ഡൺ ഇൻ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇനി ഒന്നും ചേർക്കാനില്ല. ഇറ്റ് ഈസ് ക്രൈസ്റ്റ് അലോൺ, ഇറ്റ് ഈസ് ഗ്രേസ് അലോൺ ആൻഡ് ഇറ്റ് ഈസ് ഫെയ്ത്ത് അലോൺ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് 3-ാം അധ്യായം അവസാനിക്കുക. 4-ാം അധ്യായത്തിൽ നമ്മൾ കയറുമ്പോൾ നമ്മൾ പഠിച്ചത് പ്രവൃത്തിയാലല്ല, കൃപയാൽ വിശ്വാസം മൂലമാണ് നീതീകരണം നടക്കുന്നത്. അതിനൊരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ പുണ്യതയോ നമ്മുടെ നല്ല പ്രവൃത്തികളോ അല്ല നിങ്ങൾക്ക് ആ ഒരു രക്ഷ നീതീകരണം നേടിത്തരുന്നത്. അത് തെളിയിക്കാൻ 2 സാക്ഷികളെ പോൾ വിളിക്കുക. ഒന്ന് അബ്രഹാം, മറ്റേ ദാവീദ്. ഈ 2 സാക്ഷികളുടെ വെളിച്ചത്തിൽ പറയുക, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. 4-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിലാണ്. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. നമ്മുടെ രക്ഷയ്ക്ക് നിദാനം അന്നും ഇന്നും എന്നും അത് വിശ്വാസമാണ്. വേറെ ഒന്നിലുമല്ല നാം രക്ഷിക്കപ്പെടുന്നത്. 4-ാം അധ്യായത്തിന്റെ തന്നെ 16-ാം വാക്യം അതിന് നമുക്ക് ഉറപ്പ് നൽകുക. അവിടെ പറയുകയാണ്, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ നാം അവകാശികളാകുന്നത്. നമ്മുടെ പ്രവൃത്തിയാലോ നമ്മുടെ എന്തെങ്കിലും ക്രെഡിറ്റിനാലോ നമുക്ക് ലഭിച്ചു എന്ന് വരാതിരിക്കേണ്ടതിന്. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ നാം അവകാശികളാകുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് കയറി. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലൊന്നും നിൽക്കുന്നില്ല. കാര്യം നമുക്ക് മുന്നോട്ട് പോകണം. നമ്മളിതെല്ലാം പഠിച്ചതാണ്. നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. 5-ാം അധ്യായത്തിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ 5-ാം അധ്യായത്തിന്റെ 6, 8, 10 വാക്യങ്ങൾ വളരെ ബുള്ളറ്റ് പോയിന്റുകളാണ്. 6-ലും 8-ലും 10-ലും പറയുകയാണ്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. 8-ൽ പറഞ്ഞു, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. 10-ൽ പറഞ്ഞു, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇത് മൂന്ന് കാലഘട്ടത്തെയാണ് കാണിച്ച്. നാം ബലഹീനരായിരുന്നത് നമുക്ക് നിയമമോ ദൈവിക കൽപ്പനകളോ ഒന്നും ലഭിക്കാതിരുന്ന ഒരു കാലം. ആദ്യത്തെ 2500 വർഷം, ആദം മുതൽ മോശയ്ക്ക് കൽപ്പന ലഭിക്കുന്ന നാൾ വരെയുള്ള 2500 വർഷം, അതിനെയാണ് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ എന്ന് പ്രതിപാദിക്കുന്ന കാലഘട്ടം. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. കൽപ്പന ലഭിച്ചതിന് ശേഷം പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത് വരെയുള്ള കാലം, യേശുക്രിസ്തു കാൽവറിയിൽ ക്രൂശിതനാകുന്ന സമയം വരെയല്ല, കറക്റ്റ് പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനെ വിളിക്കുന്ന ആ കാലം വരെ, പുതിയൊരു യുഗം പിറവി ആരംഭിക്കുന്ന ആ കാലം വരെ, പോളിനെ വിളിക്കുന്ന ആ കാലം വരെ, മോശ മുതൽ പോൾ വരെയുള്ള കാലം, അതാണ് നാം പാപികളായിരിക്കുമ്പോൾ. എന്താണ് പാപികൾ എന്ന് പറയാൻ കാര്യം? പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് നമുക്ക് കൽപ്പന തന്നിട്ടും നമ്മൾ പാപം ചെയ്ത് കൂട്ടിയ കാലഘട്ടം. അതിനെയാണ് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത്. അടുത്തത് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച കാലം മുതൽ, ഒരു കൃപായുഗം ആരംഭിച്ച കാലം മുതൽ ഇനി വരാനുള്ള റാപ്ചർ വരെയുള്ള കാലം, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. എന്താ ശത്രുക്കൾ എന്ന് പറയാൻ കാര്യം? അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച് നമ്മുടെ പാപങ്ങളെ തന്റെ തോളിലേറ്റി മറുവില യാഗമായി കാൽവറിയിലെ വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ഗണ്യമാക്കാതെ 99% ജനവും അത് മനസ്സിലാക്കാൻ താല്പര്യമില്ലാതെ വേറെ പല ഉപദേശങ്ങൾക്കും പുറകെ പോയി വേറൊരു യേശുവിനെയും വേറൊരു സുവിശേഷത്തെയും പ്രസിദ്ധമായി കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയാണ്, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഈ 3 കാലഘട്ടത്തെയാണ് ഈ കാണിക്കുന്നത്. ഈ 3-ാമത്തെ അധ്യായത്തിൽ തന്നെ കർത്താവ് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാനെന്നുള്ള ആ വാക്യം തന്നെ നമുക്ക് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് 26-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ടോട്ടൽ, അതായത് ആദം മുതൽ വെള്ള സിംഹാസനം വരെയുള്ള മാനവരാശിയുടെ രക്ഷയാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരല്പം കൂടെ ചുരുക്കി ഈ 5-ാം വാക്യത്തിൽ 3 ഇതായിട്ട് പറയുകയാണ്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുക. അതെല്ലാം ഓരോ കാലഘട്ടത്തെയും കാണിക്കുന്നതാണെന്ന് ഞാൻ ആ സമയങ്ങളിലൊക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം. അതിന്റെ 18 റോമാലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ 19-ാമത്തെ വാക്യമൊക്കെ വളരെ പവർഫുൾ വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. 18-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ
ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏദൻ തോട്ടത്തിൽ ആദാമിനാൽ, അതായത് അങ്ങനെ ഏക ലംഘനം, ഈ ഏക ലംഘനം എന്ന് പറയുന്നത് ആദാം ദൈവിക കൽപ്പന ലംഘിച്ചതിനെയാണ്. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും, ഇന്ന് നമ്മൾ മരിക്കുന്നത് അത് കാരണമാണ്. ആദമോ ആദമിന്റെ മക്കളോ കൊണ്ടോ തീർന്നില്ല, ഇന്നും ഇനി ജനിക്കാനുള്ളവരും ഒക്കെ മരിക്കുന്നതിന് കാരണം ഇതാണ്, ആ ഏകന്റെ ലംഘനമാണ്. ആ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു എന്നതുപോലെ ഏകനീതിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ച ആ ഏകനീതിയാൽ, ഒരുവനാൽ നിവർത്തിക്കപ്പെട്ട ആ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. വളരെ പവർഫുൾ വാക്യങ്ങളായതൊക്കെ, ഇതിനെയൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയല്ല. ഒരു ദിവസം ഇരുന്ന് ഇതിനെ ധ്യാനിച്ചാലും അത് നമ്മുടെ ഉള്ളിലേക്ക് അതിനെ ആവാഹിക്കണം. ആ വാക്യങ്ങളൊക്കെ നമ്മുടെ ബ്ലഡിലോട്ട് കയറണം. അതുപോലെ ഈ വാക്യങ്ങളൊക്കെ പഠിക്കണം. വേറെ ഒരു ശക്തിയും നമ്മളെ ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയാകരുത്. ഏക മനുഷ്യന്റെ അനുസരണ കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കത്തില്ല കേട്ടോ. ഏകൻ അനുസരിച്ചു എന്നുള്ളത് ശരിയാ, ഏകൻ പാപം ചെയ്തു എന്നുള്ളതും ശരിയാ, അതിന് പരിഹാരമായിട്ട് ഏകൻ അനുസരിച്ചു എന്നുള്ളതും ശരിയാ, അതുകൊണ്ട് എല്ലാവരും നീതിമാന്മാരായി തീരുമെന്ന് വിചാരിച്ച് നമ്മൾ കൈകെട്ടിയിരിക്കരുത്. അതല്ല, നാം വിശ്വാസത്താൽ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇതിനെ നമ്മളിലേക്ക് നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? ഈ കാര്യം അറിഞ്ഞ് ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിയല്ല, ഇതിൽ സമർപ്പിക്കുക, ഇതിന്റെ മുൻപേ സാഷ്ടാംഗം വീഴുക. ഇതല്ലാതെ വേറൊരു രക്ഷാമാർഗം ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക. എന്ത് വാക്ക് അതിന് ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു കടുക് മണി പോലും സംശയം ബാക്കി നിൽക്കാൻ പാടില്ല. അതിനെയാണ് വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിൽ കൂടി പറഞ്ഞിരിക്കുന്ന, ഇതിൽ പ്രോമിസ് ചെയ്തിരിക്കുന്ന ഈ അനുഗ്രഹം നമ്മിലേക്ക് വരിക, ക്രിസ്തുവിനോട് നമ്മൾ ചേരുക. ഇതാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ആദാമിൽ നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലും ഇത് തന്നെ കാണുന്നുണ്ട്. മനുഷ്യൻ മൂലം മരണം ഉണ്ടാവുകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലമുണ്ടായി. നിങ്ങൾ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 20, 21, 22 ഒക്കെ വായിച്ചാൽ കാണാം, മനുഷ്യൻ മൂലം മരണം ഉണ്ടാവുകയാൽ. ഞാനതൊന്ന് കാണിച്ചേക്കാം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 22, 23, 21, 22 അവിടെ പറയുന്നത് കണ്ടില്ലയോ? മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാം മൂലം മരണം വന്നുവെങ്കിൽ മരിച്ചവരുടെ പുനരുദ്ധാനം മനുഷ്യൻ മൂലം ഉണ്ടായി. കർത്താവായ യേശു ക്രിസ്തു മൂലം ആ മരിച്ചവരുടെ പുനരുദ്ധാനം ഉണ്ടായി എന്ന് പറയുക. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഇതൊരു തത്വമാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ ചിന്തിക്കുവാനായിട്ട് 5-ാമത്തെ അധ്യായമൊക്കെ അത്ര ഈടുറ്റ അധ്യായങ്ങളാണ്. ഇതൊന്നും നമ്മളെ ക്രിസ്തീയ മാർഗത്തിൽ നമ്മളെ ഉറപ്പിക്കുന്ന, ആ ഒരു വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഇതിന്റെ അവസാനത്തോട്ട് വരുമ്പോഴേ നമുക്ക് റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 5-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇത് കണ്ടത്. ഇതിന്റെ 20-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത് കണ്ടില്ലയോ? എങ്കിലും പാപം പെരുകിയെടുത്ത്, എങ്കിലും ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു, വേർ സിൻ അബൗണ്ടഡ് ഗ്രേസ് ഡിഡ് മച്ച് മോർ അബൗണ്ട്. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. 5-ാമത്തെ അധ്യായം അങ്ങനെ പറഞ്ഞു നിർത്തുകയായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് 6-ാമത്തെ അധ്യായത്തിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയത്. അതുകൊണ്ട് ആകയാൽ, അവിടെ ഒരു ആകയാലാണ്. ആ മുന്നേ പറഞ്ഞ കാര്യങ്ങളെ നിൽക്കുന്നുകൊണ്ടാണ് ആകയാൽ അവിടെ വന്നത്. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? അങ്ങനെ ഒരു സംശയം വരുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് പാപം ചെയ്യാൻ പറ്റുമോ? അപ്പൊ കൃപ പെരുകുവാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പാപം ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ടെന്ന് പോൾ കണ്ടുകൊണ്ട് അതിന് മറുപടി കൊടുക്കുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിട്ട് അതിന്റെ 3-4 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ 3-4 വാക്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയുടെ വളരെ ആഴമേറിയ സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് കടപുഴുകി വീഴുന്ന മാതിരി, ഒരു വലിയ വടവൃക്ഷം കടപുഴുകി വീഴുന്ന മാതിരി നമ്മൾ വീണുപോകും. ഈ 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട മാതിരി ഇന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻഡം വീണുപോയിരിക്കുക.
സത്യം എന്താണെന്ന് അറിയാതെ അത് റിലേറ്റഡ് ആയിട്ട്, അത് കണക്റ്റഡ് ആയിട്ട് തുടർന്ന് വരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ പോയിരിക്കുക, പൂർണ്ണമായിട്ട് അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ നമ്മൾ വാസ്തവമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം സ്നാനം എന്ന ഒരു വിഷയമാണ്. ആ സ്നാനം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വെള്ളത്തിൽ മുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങുക, നിമഞ്ജനം ചെയ്യുക എന്നൊരർത്ഥമാണ് നമുക്ക് അതിനെ കൊടുത്തിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരിക്കും സ്നാനത്തിന്റെ അർത്ഥം അതല്ല. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ ലാംഗ്വേജിൽ പല ഭാഷകളിലും ഈ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുക, എന്താ പറയുന്നത്, നമ്മള് വെള്ളത്തിൽ കുളിക്കുക എന്നൊരർത്ഥം കൂടി ഈ സ്നാനത്തിനുണ്ട്. സ്നാനം, കുളിക്കുക എന്നൊരർത്ഥം. അതുകൊണ്ട് സ്നാനം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കുളി, വെള്ളത്തിൽ മുങ്ങുക എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ആദ്യമേ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ട് അതിനെ കംപ്ലീറ്റ് അതിന്റെ അർത്ഥത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുക. സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിനോട് അനുരൂപരാക്കുക എന്ന, ഒരു സാധനം പോലും മറ്റൊന്നിനെ ആക്കി തീർക്കുന്നതിനെയാ സ്നാനം എന്ന് പറയുന്നത്. ഒത്തിരി സ്നാനങ്ങളുണ്ട്. ബൈബിളിൽ 14 സ്നാനങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒട്ടുമുക്കാലും സ്നാനത്തിൽ വെള്ളമില്ല. യേശു ക്രിസ്തു പറയുന്നുണ്ട്, നമ്മുടെ മരണത്തോട് അനുരൂപരാകുന്ന സ്നാനം, എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. കർത്താവ് പറയുന്നത് ക്രൂശ് മരണത്തോട് അനുരൂപനാകുന്നതിനെ കുറിച്ചാണ്, മേഘത്തോട് അനുരൂപമാകുന്നതിനെ കുറിച്ച്, തീയോട് സ്നാനപ്പെടുത്തുന്നതിനെ കുറിച്ച്, മേഘത്തില്, സമുദ്രത്തില്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനോട് ചേരുവാൻ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി നമ്മിലേക്ക് പകരപ്പെടുക. അത്ഭുതങ്ങള്, വീര്യപ്രവൃത്തികള്, എന്താ പറയുന്നത്, രോഗശാന്തി, അടയാളങ്ങള്, അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് ആവസിക്കുന്നതിനെയാണ്, ആ ഇറങ്ങി വരുന്നതിന് നമ്മൾ അതിനോട് അനുരൂപരാകുക, അതുമായിട്ട് നമ്മൾ ഇഴകിച്ചേരുക. ആ ശക്തി നമ്മിലേക്ക് വരുന്നതിനാണ് പരിശുദ്ധാത്മാവിനോട് ചേരുവാൻ. എന്തിനാണ് ആ ശക്തിയുടെ ആവശ്യം? അതില്ലാതെ അന്ന് അവർക്ക് സുവിശേഷം പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വേറെ എങ്ങും വാങ്ങിപ്പോകരുത്, യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ ഇവിടെ തന്നെ പാർപ്പീൻ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചതിന് ശേഷം, ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ഇസ്രായേലിൽ ശമരിയയിലും ഉലകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് അനുരൂപരാകുന്നതിനെ ആ പരിശുദ്ധാത്മ സ്നാനം കൊടുക്കുന്നത്. ഈ സ്നാനത്തിനെ എല്ലാം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഈ റോമാലേഖനം 6-ാം അധ്യായത്തിലെ ഈ വാക്യത്തിനെ അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്ത്യാനി തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതിനെ തെറ്റായി മനസ്സിലാക്കിയത് ഒരു ചെറിയ തെറ്റല്ല, അതുകൊണ്ട് തകിടം മറിഞ്ഞുപോയി. അതുകൊണ്ട് നീതിമാൻ എന്താ പറയുന്നത്, തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ആ സത്യത്തിൽ നിന്ന് വീണു പോകും. അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്നത് പോലെ ഒരു ഭയങ്കര തെറ്റിലേക്ക് വീണു പോകുവാനായിട്ടിടയായി. ഈ നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം ഇതിന്റെ റോമാലേഖനത്തിന്റെ 3-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത്, അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നമ്മൾ കർത്താവ് ഈ ഉലകത്തിൽ വന്ന് ഒരു മറുവില യാഗമായി, ഞാൻ പാപിയായിരുന്നു, എന്നെ പാപത്തിൽ നിന്ന് ഒരുത്തർക്കും വിടുവിക്കുവാൻ കഴിയാത്തവണ്ണം ഞാൻ ഈ ലോകത്തിൽ പാപിയായിരുന്നു. 1-2 അധ്യായം അത് തെളിയിച്ചിരിക്കുക. ആ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ലോകത്തിൽ അവതരിച്ചു. എന്റെ പാപം തന്റെ തോളിലേറ്റി എനിക്ക് പകരമായിട്ട് കർത്താവ് കാൽവറിയിൽ ഒരു മറുവില യാഗം, ഒരു പ്രായശ്ചിത്ത യാഗം, ഒരു പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത് എനിക്ക് വേണ്ടി നിറവേറ്റുകയും എന്നെ പാപവിമുക്തനാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസം, എൻ്റെ ആ ഉള്ളിൽ നടക്കുന്ന ആ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ദൈവം എൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ആത്മാവിനെ അയക്കുക. അതിനെയാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. അതാണ് ആത്മസ്നാനം, പരിശുദ്ധാത്മസ്നാനം. ഇവിടെ നടക്കുന്ന ഒരു പരിശുദ്ധാത്മസ്നാനം. ഇത് വെള്ളത്തിൽ മുക്കുന്ന കാര്യമേ അല്ല. ഈ റോമാലേഖനം മുഴുവൻ പരിശോധിച്ചാൽ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് കിട്ടത്തില്ല. എസ്പെഷ്യലി ഈ വാക്യവും വെള്ളവുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് വെള്ളം എടുത്തു മാറ്റിയാൽ ജനം ഈ സത്യം എന്താണെന്ന് മനസ്സിലായി തുടങ്ങും. ഇവിടെ പറയുന്നത് പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ നമ്മൾ വീണ്ടെടുക്കുക. അവിടെ പറയുകയാണ്, നാം ആ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. മരണത്തിൽ മാത്രമല്ല, അവന്റെ അടക്കത്തിലും അവന്റെ പുനരുദ്ധാനത്തിലും നാം പങ്കാളിയായി. കാര്യം അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ അവന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മുടെ ആത്മാവിനെ അവന്റെ ആത്മാവിനാൽ പൊതിയപ്പെടുകയും ചെയ്യുക. നമ്മുടെ ആത്മാവിനെ
സീല് ചെയ്യുക, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുക. അതുകൊണ്ട് തന്നെ നാം അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുക. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ, അവന്റെ മരണത്തിന് നമുക്ക് പങ്കാളിയായി തീർന്നതുപോലെ തന്നെ അവനോടുകൂടെ നാം കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും അവന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അങ്ങനെ നാം ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തക്കവണ്ണം ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുക. ആ കാര്യമാണ് ഈ 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ക്രിസ്തു മരിച്ചിട്ട് ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. മുദ്രയിടുക, ഒരു പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടുക. ഈ മുദ്ര എന്നൊക്കെ പറയുന്നത് ഒരു വെറും മുദ്രയല്ല. ഇത് എന്താ പറയുന്നത്? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം പഠിച്ചാല് നമുക്കതിന്റെ 7-ാം അധ്യായത്തിൽ 1,44,000 പേരുടെ മേലെ മുദ്രയിടുന്നത് കാണാം. 1,44,000 പേര്. അതെന്നാ? നാം ഇവിടുന്ന് റാപ്ചറിൽ ചേർക്കപ്പെട്ട് സ്വർഗത്തിൽ ചേർക്കപ്പെട്ട് പോയതിന് ശേഷം ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ആരംഭിക്കും. ഇന്ന് ദൈവം അവരുടെ പദ്ധതിയും അവരെയും കൈവിടപ്പെട്ടിരിക്കുക. ഇന്ന് കൃപായുഗം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ കാലം കഴിയും, അന്ന് നാം ചേർക്കപ്പെടും, റാപ്ചറിൽ പോകും. അതിനുശേഷം ദൈവം യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആ പദ്ധതി വീണ്ടും പുനരാരംഭിക്കും. അന്ന് പുനരാരംഭിക്കുമ്പോൾ ദൈവം മോശയെയും ഏലിയാവിനെയും അവരുടെ മധ്യത്തിൽ അയക്കും. അവരോട് ആ സുവിശേഷം പ്രസംഗിക്കും. യേശു തന്നെ ക്രിസ്തു എന്നവർ മനസ്സിലാക്കും. അന്ന് 1,44,000 പേരെ ദൈവം മുദ്രയിട്ട് അവരുടെ ഇടയിൽ അയക്കും. അവര് അമേരിക്ക മുതൽ ന്യൂസിലാൻഡ് വരെ സുവിശേഷം അറിയിക്കും. യഹൂദൻ അന്നും ഇന്നും ചിതറിക്കിടക്കുക. ഇസ്രായേലിൽ 35% യഹൂദനെ ഇന്നുമുള്ളൂ, അന്നുമുള്ളൂ. ബാക്കി മുഴുവനും ഉലകത്തിൽ ചിതറിക്കിടക്കുക. ഇവരോടെല്ലാം ഈ സുവിശേഷം അറിയിക്കണം. അങ്ങനെ ഈ 1,44,000 പേരെ ഉലകം മുഴുവൻ അയക്കും. അവരുടെ നെറ്റിമേൽ ഒരു മുദ്രയിടും. അവരെ ഒരു മുദ്ര 1,44,000 പേരെ മുദ്രയിടും. അതിനുശേഷം അവർ പോകുന്നത് മുഴുവനും 666 ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന സമയമാണ്. എതിർ ക്രിസ്തുവിന്റെ വാഴ്ച നടക്കുക. എതിർ ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് മിഖായേൽ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടേക്കുക. ആ ഗ്രേറ്റ് ട്രിബുലേഷൻ, അതിന്റെ അവസാനത്തെ 3.5 വർഷം അത്ര വലിയ ഗ്രേറ്റ് ട്രിബുലേഷൻ നടക്കുക. ഈ സമയത്ത് ഈ സുവിശേഷം അറിയിക്കുക. അതാണ് യാക്കോബിന്റെ കഷ്ടം എന്ന് പറയുന്ന ആ 7 വർഷത്തെ കാലഘട്ടം. അത് ദൈവം നിയമിച്ച് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യഹൂദനെ പ്യൂരിഫൈ ചെയ്യുന്ന, ആ ഊതി കഴിച്ച പൊന്നുപോലെ അവനെ വിശദീകരിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഇവർ പോയി അവരോട് സുവിശേഷം പറയണം. അന്ന് സാത്താൻ ടാർഗറ്റ് ചെയ്യുന്നത് യഹൂദനെയാണ്. വേറെ ആരെയും അവന് ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബാക്കിയെല്ലാം ജാതികളാ. അവർ കൈവിടപ്പെട്ടു പോയവരാ. അവർക്കിനി ഒരു രക്ഷയില്ല. അവർക്ക് ഒരു എന്താ പറയുന്നത്, മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്ന മാതിരി ഒരു കാലഘട്ടമാണ്. ഈ റാപ്ചറിൽ കൈവിടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ബാക്കി നിൽക്കുന്നവരുടെ ഗതി അധോഗതിയാ. അവർ ഈ കഷ്ടത്തിൽ കൂടി, ഈ ലോകത്തിലെ കഷ്ടം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ യാതനാസ്ഥലം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യ നരകാഗ്നി, അതുപോലെ അവർ കഷ്ടപ്പെടാനായിട്ട് പോവുക. അതുകൊണ്ടാണ് പറയുന്നത്, ഇതാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. രക്ഷിക്കപ്പെടേണ്ടുന്ന സമയം ഇതാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര തെറ്റാണ്. അത് സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ഒരു ഭയങ്കര തന്ത്രമാണ്. ഓക്കെ, എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലമാണ്. ആ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്ത് അവരുടെ മേൽ മുദ്രയിട്ട് 1,44,000 പേരെ 12 ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വീതമെടുത്ത് ഉലകം മുഴുവൻ അയക്കും. അവരുടെ ശുശ്രൂഷ അവർ നിർപടിയായി നിവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഭയങ്കര ആനയും അമ്പാരിയും ഭയങ്കര പ്രശ്നങ്ങളും നടക്കുന്ന സമയമാണ്. ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സമയമാണ്. ഇവിടാണ് ആ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെയൊക്കെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. സാത്താനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, അന്നന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇതെല്ലാം പഠിപ്പിക്കുന്നത് യഹൂദൻ ഈ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അവരെ പ്രാർത്ഥിക്കാൻ ദൈവം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. എനിവേ, അവിടെ ഈ 1,44,000 പേര് ഭയങ്കര ഒരു ചലഞ്ചിങ് ഇതിൽ കൂടെ കടന്നു പോകുന്നത്. എന്നാൽ അവർക്ക് ഒരു പ്രശ്നവും ഒരുത്തർക്കും ഉണ്ടാകത്തില്ല. 7-ാം അധ്യായത്തിൽ അവരെ മുദ്രയിട്ട് ഏൽപ്പിക്കുന്നു. 14-ാമത്തെ അധ്യായം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവര് 1,44,000 പേരും കുഞ്ഞാടിനോടൊപ്പം സിയോൻ മലയിൽ നിൽക്കുന്നതും. അവർക്കൊരു പ്രശ്നവും പറ്റുന്നില്ല. കാര്യം ദൈവത്തിന്റെ മുദ്ര അവരുടെ മേൽ വീണിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ?
ദൈവത്തിന്റെ മുദ്ര അവരുടെ മേൽ വീണിരിക്കുന്നു. അവർക്ക് യാതൊരു വിധത്തിലും ഒരു കുഴപ്പവും പറ്റത്തില്ല എന്നതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം പെട്ടെന്ന് ഞാനൊന്ന് ഫ്ലാഷ് ചെയ്യാം. അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. ബാക്കിയുള്ളവരുടെ എല്ലാം നെറ്റിയിൽ 666 അടിച്ചിരിക്കുക. ഇവരുടെ നെറ്റിയിൽ ദൈവത്തിന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുക. ഇവർക്ക് ഈ പറഞ്ഞതുപോലെ പരിശുദ്ധ ആത്മാവിനാൽ നാം മുദ്രയിടപ്പെടുകയാണ്. ആ മുദ്ര വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ഉലകത്തിലും നല്ല സ്വർലോകത്തിലും ഭൂലോകത്തിലും ഒരു ശക്തിക്കും നമ്മളെ പിന്നെ ആ ദൈവ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയത്തില്ല. ആ ഒരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് തരുന്നത്. അത് ടെമ്പററി അല്ല, നമ്മുടെ ഗുണം കണ്ടുകൊണ്ടല്ല. നമ്മുടെ ഗുണം നോക്കിയാൽ ഒരു അരമണിക്കൂർ പോലും നമ്മൾ നിൽക്കത്തില്ല, മുദ്ര പോകും. ഒരു ദിവസം നിൽക്കാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യനെയും കിട്ടത്തില്ല. ഇത് ദൈവം നമ്മളെ എൻഡ് ടു എൻഡ് അറിയാവുന്ന ദൈവമാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു മുദ്ര നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പല ഭാഗങ്ങളിലും കാണാൻ കഴിയും ഈ മുദ്രയിടുന്നതിനെ കുറിച്ച്. ഒരു വാക്യം കൂടെ ഞാനത് കാണിച്ചിട്ട്, നമ്മളിത് ബൈബിൾ പഠനമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒരല്പം സമയം എടുത്താൽ നിങ്ങളെ ആ വിഷയത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. ഇത് കണ്ടില്ലയോ? ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. ഇത് എസെക്കിയേൽ പ്രവചനത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. ഇതുപോലെ എസെക്കിയേൽ പ്രവചനം അതിന്റെ 9-ാം വാക്യം, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതിരുന്നിരുന്ന കെരൂബിൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. ദൈവം ഒരു ഭയങ്കര ന്യായവിധി ആരംഭിക്കാൻ പോവുക ഇസ്രായേലിൽ, യെരുശലേമിൽ. ഇത് അവരുടെ ആ പ്രവാസകാലമാണ്. യെരുശലേമിലെ മ്ലേച്ഛത നിമിത്തം അവിടെ നടക്കുന്ന അനീതി, ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക. അവിടെ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ എന്താ പറയുന്നത്, ശിക്ഷാവിധി, ന്യായവിധി അയക്കാൻ തുടങ്ങുക. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. ഒരു മനുഷ്യനെ വിളിക്കുക, മഷിക്കുപ്പിയുമായിട്ട് നിൽക്കുന്ന. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ, യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. അവിടെ യെരുശലേമിൽ ഭയങ്കര അന്യായം നടക്കുക. അവിടെ നടക്കുന്ന അന്യായങ്ങളും അനീതിയും കണ്ടിട്ട് സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട്, അതായത് അത് കണ്ടിട്ട് സങ്കടത്തോട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ, നീതിമാന്മാരായ പുരുഷന്മാരാ, അവർക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ അനീതി മ്ലേച്ഛത നടക്കുക. അത് കണ്ടിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. ഒരു മഷിക്കുപ്പിയുമായിട്ട് ഒരാള് നിൽക്കിയ ഒരു ദൂതൻ മറ്റവരോട്, ഞാൻ കേൾക്കെ, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കരുത്. ഒരു കൂട്ടം ജനത്തിനോട് പറയുക, ഒരു കൂട്ടം ജനം, അതായത് ദൈവത്തിന്റെ വചനം, അവിടുത്തെ മ്ലേച്ഛത കണ്ടിട്ട് നെടുവീർപ്പെടുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു മുദ്രയിടാൻ, മഷിക്കുപ്പിയുമായിട്ട് ആ ഒരു മാർക്ക് ഇടാൻ പറയുക. മാർക്ക് ഇട്ടതിന് ശേഷം വെട്ടാൻ ആളിനെ ഇറക്കുക, അതായത് ദൈവദൂതനെ ഇറക്കിയിട്ട് കംപ്ലീറ്റ് എണ്ണത്തിനെ വെട്ടിക്കൊന്നു കളയാൻ പറയുക. നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടെ ചെന്ന് വെട്ടുവീൻ. ഇതിന്റെ ആദ്യത്തേക്ക് വാക്യം വായിക്കണം. മഴുവൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ നമുക്ക് കാണാം. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്, വെട്ടാൻ പറയുക. ആരെയാ വെട്ടേണ്ടതെന്ന് നോക്കിയേ? വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവീൻ, ഒരുത്തരെയും ബാക്കി വെച്ചേക്കലെന്ന് പറയുക. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. കണ്ടോ, ആ മഷിക്കുപ്പിയും കൊണ്ട് അടയാളം ഇട്ടേക്കുന്നവരുണ്ട്, അവരെ തൊടരുതെന്ന് പറയുക. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുമെന്ന് കൽപ്പിച്ചു. അതായത് യെരുശലേം ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കാൻ, മെയിൻ ആള് മുതൽ, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ആരംഭിക്കാൻ പറയുക, വെട്ടു തുടങ്ങാൻ പറയുക അവിടുന്ന്. അങ്ങനെ അവർ ആലയത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ വെട്ടു തുടങ്ങി. എൽഡേഴ്സിനെ വെട്ടു തുടങ്ങാൻ പറയുക. ഞാൻ എന്തിനാ ഇത് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മഷിക്കുപ്പി കൊണ്ട് അടയാളം ഇടുന്നത് കണ്ടോ? ആ മുദ്ര വീണ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ മുദ്രയാണ്. അത് ആർക്കു വേണ്ടി മുദ്രയിട്ടോ അവന്റെ സന്നിധിയിൽ ചെല്ലുന്നത് വരെ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുക. പരിശുദ്ധ ആത്മാവ് നിങ്ങളെ ആ റാപ്ചർ, വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിട്ടിരിക്കുക. ആ വീണ്ടെടുപ്പിൻ നാളിനായിട്ടല്ലോ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത് എന്ന് പറയുക. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. അതാണ് 6-ാം അധ്യായത്തിൽ കൂടെ നമ്മൾ ചിന്തിച്ചത്. റോമാലേഖനത്തിൽ നമ്മൾ ഒത്തിരി മാറിപ്പോകല്ല, നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് മടങ്ങി വരിക. അതൊന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ആ സമയം വേർതിരിക്കുന്നത്. 6-ാം അധ്യായം, അതിന്റെ 6-ാം അധ്യായത്തിലെ ആ നടക്കുന്ന സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസ്, അതിനെ എത്രമാത്രം വഴിവിട്ടു പോയിരിക്കുന്നു. അത് വഴിവിട്ടു പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതിന്റെ ആ മെയിൻ എൻജിൻ ഇല്ലാതെ പോയിരിക്കുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ ആ മെയിൻ എൻജിൻ
ഫ്ലൈറ്റ് ഉണ്ട്, സംഗതി എല്ലാം റെഡി ആയിട്ട് നിൽക്കണം, പക്ഷെ ഇത് പൊങ്ങാൻ പറ്റത്തില്ല, അതിന്റെ എൻജിൻ ഇല്ല, ആ മെയിൻ സംഗതി ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഒരു തത്വം ഞാൻ നിങ്ങൾക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞുതരാം. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു പ്രായശ്ചിത്തമാകുവാൻ, മറുവിലയാഗമാകുവാനാണ് ഈ ലോകത്തിൽ വന്നതെന്ന് അറിയാത്ത ഒരുത്തർക്കും ഈ വാക്കുകളൊക്കെ ഇച്ചിരി സാധാരണ കേൾക്കാത്ത വാക്കുകളായതുകൊണ്ട് തെറ്റിപ്പോകരുത്. ഞാൻ ഒന്നുകൂടെ പറയാം. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തം എന്നൊക്കെ പറയുന്നത് തെറ്റിപ്പോകണ്ട. നിങ്ങൾ അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് പ്രായശ്ചിത്തം, പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു പ്രായശ്ചിത്തമാകുവാൻ, ഒരു പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ ഒരു മറുവില യാഗമാകുവാനായിട്ടാണ് വന്നത് എന്ന് അറിയാത്ത ഒരുത്തർക്ക് പോലും സ്നാനത്തിലൂടെ കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? കർത്താവിന്റെ മരണത്തോടും അവന്റെ അടക്കത്തോടും അവന്റെ പുനരുദ്ധാനത്തോടും ഏകീഭവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് വന്നത് ഈ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു പ്രായശ്ചിത്ത യാഗം അല്ലെങ്കിൽ ഒരു മറുവില യാഗമാകാനാണ് വന്നത് എന്നറിയാത്ത ഒരുത്തർക്ക് പോലും ഒരു സ്നാനത്തിൽ കൂടി കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാൻ കഴിയത്തില്ല. ഇതൊരു തത്വമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എത്ര സ്നാനങ്ങളിലാണ്, എത്ര പേർക്കാണ് ഈ വസ്തുത അറിയാവുന്നത്? പത്രോസ് അപ്പോസ്തലന് കർത്താവിന്റെ മരണത്തിന്റെ തലേ ദിവസം പോലും കർത്താവ് മരിക്കാനാ വന്നതെന്ന് അറിയത്തില്ല. കർത്താവ് മരിക്കണമെന്ന് അറിയത്തില്ല. ക്രൂശീകരണം നടക്കുമെന്ന്, അയ്യോ കർത്താവെ നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ എന്നാ പറയുന്നത്. അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലനാകട്ടെ 12 പേർക്കാകട്ടെ അറിയത്തില്ല. അന്നേരം അവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. യോഹന്നാൻ സ്നാപകന് ഇത് അറിയത്തില്ല, അദ്ദേഹം സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ സ്നാനങ്ങളൊന്നും ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സ്നാനമല്ല. പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ നിന്ന് പ്രസംഗിക്കുക. അതും കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാനുള്ള സ്നാനമല്ല. കാര്യം അദ്ദേഹത്തിന് അന്നും അറിയത്തില്ല കർത്താവ് വന്നത് ഈ പ്രായശ്ചിത്ത യാഗമാകുവാനായിട്ടാണെന്ന്. ഒരു മനുഷ്യന് എന്നുവരെ ആ വസ്തുത അറിയത്തില്ലയോ അന്നുവരെ നടക്കുന്ന ഒരു സ്നാനങ്ങളും കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാനുള്ള സ്നാനം അല്ല. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിലെ സ്നാനമല്ല, അത് പരിശുദ്ധ ആത്മാവിനാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. അത് സംഭവിച്ചു കഴിയുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കരുത് നമ്മളൊരു നമുക്ക് എന്തോ ഫിസിക്കലി ഒരു വലിയ ചേഞ്ച് ഉണ്ടാകും, ഒരു വലിയ ഫിസിക്കൽ മാറ്റം ഉണ്ടാകും. ഓഫ് കോഴ്സ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം ഫിസിക്കലി ഉണ്ടാകും. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു വെയിങ് മെഷീനിലോട്ട് കയറ്റി നിർത്തി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. നമുക്ക് നേരത്തെ 80 കിലോ ആയിരുന്നു, ഇപ്പം പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നമ്മളൊരു 85 കിലോ ആയി. അങ്ങനെ മാറത്തില്ല. ഒരു 5 കിലോ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ കൂട്ടി എന്തോ പ്രത്യേകിച്ച് കാണാനൊന്നും കിട്ടത്തില്ല. നിങ്ങളെ ഒരു MRI സ്കാനിങ്ങിലൂടെ കയറ്റിവിട്ടു. അതിന് മുമ്പ് വളരെ ക്ലീൻ ആയിട്ടുള്ള പിക്ചർ ആയിരുന്നു, അതിനുശേഷം എന്തൊക്കെയോ അഡീഷണൽ പിക്ചേഴ്സ് അതിൽ കാണുന്നുണ്ട്, അത് പരിശുദ്ധാത്മാവായിരിക്കും. അങ്ങനല്ല, ഇതെല്ലാം ആത്മാവ്, പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വരികയോ ഒന്നും വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കിട്ടുകയോ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയോ ചെയ്തില്ല. നിങ്ങളുടെ ഈ പുറത്തെ മനുഷ്യൻ തന്നെയാണ്. അകത്തെ മനുഷ്യന്റെ ഉള്ളിലാണ് ആ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഈ സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണ്. ഈ സ്നാനം നമ്മെ ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് അനുരൂപരാക്കുന്ന സ്നാനമാണ്. അങ്ങനെ അവനോടുകൂടെ മരിച്ച് ഉയർത്ത നമ്മെ ക്രിസ്തുവിനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക, സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. അർത്ഥാൽ നമ്മുടെ നിത്യത ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. നാം തുള്ളിച്ചാടി സന്തോഷിക്കേണ്ട ഒരു അനുഭവമാണ്. നമുക്ക് ബമ്പർ ലോട്ടറി അടിച്ചു, ഒരു 50 കോടി രൂപ അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാകുമോ? ഒരു 100 കോടി അടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവും? അതിലേറെ സന്തോഷം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് തിരുവചനത്തിൽ കൂടി നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്നത്. ആ തിരുവചനം സത്യവചനം. ഇതിന്റെ അപ്പുറത്ത് ലോകത്തിൽ നിങ്ങൾക്ക് സത്യം പറയുന്ന ഒരു സംഗതി വേറെ കിട്ടത്തില്ല. ഈ സത്യവചനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുക നമ്മുടെ നിത്യത ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. ഈ ജഡത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നാം നിത്യതയുടെ അവകാശികളായി തീർന്നിരിക്കുക. യുവർ എറ്റേണിറ്റി ഹാസ് ഓൾറെഡി ബിഗൺ എന്ന് നമുക്ക് ഇതിലൂടെ ഉറപ്പ് തന്നിരിക്കുക. ഈ ജഡത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിത്യതയിലേക്ക് നാം പ്രവേശിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയുള്ള ബാക്കി കാലം പാപം ചെയ്യാൻ കഴിയുമോ? ഓൾറെഡി നിത്യത ഉറപ്പായല്ലോ, ഇനി അത് മാറ്റത്തുമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി പാപത്തിൽ തുടരാനോ പാപം ചെയ്യാനോ കഴിയുമോ എന്ന് ചോദിക്കുക. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്. ആകയാൽ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം,
അവിടെ കണ്ടില്ലേ, അവിടെ പറയാം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നമുക്ക് പാപത്തിൽ തുടരാൻ കഴിയത്തില്ല. കാര്യം നമ്മളൊരു ന്യൂ ക്രിയേച്ചറായിട്ട് മാറിയിരിക്കുക, ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുക. പാപം നിങ്ങളുടെ മർത്യ ശരീരം, അതായത് മരിക്കാനുള്ള ശരീരമായത്. ഇത് മരിച്ച് മൺമറഞ്ഞ് ഡീക്കേ ആയി പോകുന്ന ശരീരമാണ്. അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. കാര്യം നമ്മൾ ഈ സാധാരണ മനുഷ്യനല്ല. നമ്മുടെ അകത്ത് വേറൊരു മനുഷ്യനും പുറത്ത് വേറൊരു മനുഷ്യനും വന്നിരിക്കുക. വി ഹാവ് ബിക്കം എ ന്യൂ ക്രിയേഷൻ, ഒരു ന്യൂ ക്രിയേച്ചർ. ഇതിനെയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. മറ്റേത് ആദാമിന്റെ നിന്ന് കിട്ടിയ ശരീരവും അവിടുന്ന് വന്നിരിക്കുന്ന ആ ആത്മാവും ആ പ്രാണനുമാണ്. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുക. ഇപ്പൊ അകത്തെ ഒരു ഐഡന്റിറ്റി മാറിയിരിക്കുക. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. ഈ മൺകൂടാരത്തിലാണ് അത് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ മൺകൂടാരത്തിന് എന്തും അതിനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനായിട്ടല്ലോ നിങ്ങളെ ഒടുക്കത്തെ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്, വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുതിയ സൃഷ്ടിയാണ്. ഈ പുതിയ സൃഷ്ടിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ആ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ പുറത്തെ മനുഷ്യനാണ് അകത്തെ മനുഷ്യനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസങ്ങളും ഈ പുറത്തെ മനുഷ്യനെ എങ്ങനെ നന്നാക്കി എടുക്കാം, എങ്ങനെ പുറത്തെ മനുഷ്യനെ കൊണ്ട് ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിന്റെ വേറൊരു വെറൈറ്റിയാണ് ഈ യോഗ എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാം, യോഗയിൽ കൂടി അതെന്താണ് തെറ്റ്, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ഏകോപിപ്പിക്കുന്ന കാര്യമല്ലയോ? അത് മഹാ തെറ്റാന്ന് പറയാൻ കാര്യം ഇതാണ്, നമ്മൾക്ക് അത് ചേരുന്നതല്ല. കാര്യം നമ്മുടെ ഈ പുറത്തെ മനുഷ്യനിൽ നമുക്ക് പ്രശംസിക്കാൻ കഴിയത്തില്ല. ഈ പുറത്തെ മനുഷ്യനിൽ കൂടി അവനെ ശരിയാക്കി എടുത്തിട്ട് അകത്തെ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു വിദ്യ ആത്മീകമല്ല. നമുക്കത് 7-ാം അധ്യായത്തിൽ കൂടെ നമ്മൾ ചിന്തിച്ചു. 7-ാം അധ്യായത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ ചിന്തിച്ചത് ന്യായപ്രമാണത്തിൽ നിന്നും നമ്മൾ ഒഴിവുള്ളവരായിരിക്കുന്നു, ന്യായപ്രമാണ സംബന്ധമായിട്ട് നമ്മൾ മരിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ നാം ആദാമിൽ നിന്നും, പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ന്യായപ്രമാണത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. 8-ാം അധ്യായത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ ഇത്രയും കാര്യങ്ങൾ അഷ്വേർഡ് ആയി കഴിഞ്ഞു. ഒന്ന്, നമ്മൾ ആദാമിൽ നിന്നും മോചനം പ്രാപിച്ചു. അതായത് നമുക്കിനി ആദാം ചെയ്ത പാപങ്ങൾക്ക് നമ്മൾ കണക്ക് പറയേണ്ട, നമ്മുടെ മേൽ ഇനി അതിന് അധികാരമില്ല. ആദാമിൽ നമുക്ക് മോചനം ലഭിച്ചു. 2, മരണത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. മരണം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഈ ശരീരത്തിൽ നിന്നുള്ള വേർപാടല്ല, അതൊരു മിനിയേച്ചർ, അതൊരു വലിയ മരണമല്ല. ആക്ച്വലി നമ്മൾ ഈ ശരീരത്തിൽ നിന്ന്, ഈ ശരീരം പിന്നെ നമ്മൾ കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നവര്, നിങ്ങൾ ആരെങ്കിലും മരിക്കേണ്ടതായിട്ട് വന്നാലോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാലോ, അതിനൊരു ഭയങ്കര വിഷയമായിട്ട് അത് വലുതായിട്ട് ഏറ്റെടുക്കേണ്ട. ഓഫ് കോഴ്സ് ലോകപ്രകാരം നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ആ ഒരു ആൾ നമുക്ക് നഷ്ടമാകുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു ആത്മീക പ്രത്യാശയുള്ള ഒരാൾ, അതിൽ മാത്രം ആ മരിക്കുന്ന ആള് ഈ ഒരു പ്രത്യാശയുള്ള ആളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഭാരപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് യുഗായുഗം അവരെ കാണുവാൻ കഴിയും, അവരോടൊപ്പം ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതൊരു ടെമ്പററി വേർപാടാ. ഈ ശരീരത്തിൽ നിന്നും പ്രാണനും ആത്മാവും വേർപെടുന്ന വേർപാടിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന മരണം അതല്ല, നിത്യമരണമാണ്, 2-ാം മരണം. ആ 2-ാം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു യു ടേൺ ഇല്ല, അതൊരു വൺ വേ ആണ്. അതിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യു ക്യാൻ നെവർ എവർ കം ബാക്ക്. അത് ദൈവത്തിന് പോലും ചെയ്യാൻ കഴിയത്തില്ല. അതിനെയാണ് മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിത്യമരണം. അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചിരിക്കുക. നമുക്ക് തുള്ളിച്ചാടാൻ വകയുണ്ടോ ഇല്ലയോ, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ ഇല്ലയോ, നമ്മുടെ കണ്ണടഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യം എന്താണെന്നുള്ളത്. വി വിൽ ബി സിംഗിങ് ആൻഡ് ഡാൻസിങ്. നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും കാര്യം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സൗഭാഗ്യം എന്താണെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. ഈ മൺകൂടാരത്തിൽ നിന്നല്ല, നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത്, ആദാമിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. ആ നിത്യമരണം, ഈ നിത്യമരണത്തിൽ നമുക്ക് മോചനം ലഭിച്ചു. ഇതിനെ എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളുള്ളവർ ആകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. അതൊക്കെ ഈ നിത്യമരണത്തെയാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചിരിക്കുക. ഇന്ന് നമ്മൾ മരിച്ചാൽ ഓക്കെ, ടെമ്പററി, നമ്മുടെ ഈ ബോഡിയിൽ നമ്മൾ മാറി എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല. നമ്മൾ തന്നെയാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെടുന്നത്. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം, അത് അത്യുത്തമമല്ലോ, അതുപോലെ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ മാറ്റപ്പെടുന്നത്.
അത് കഴിഞ്ഞ് വീണ്ടെടുപ്പിൻ നാളിൽ റാപ്ചറിൽ നമുക്ക് പുതിയ ശരീരം ലഭിക്കും. അത് അതിനേക്കാൾ സന്തോഷത്തിന്റെ ദിനമാ. പുത്രത്വം നമുക്ക് ലഭിക്കുന്ന ദിവസമാ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആദമിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു. അതിനുശേഷം നിത്യമരണത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. അതിനുശേഷം ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ പാപത്തിന്റെ യാതൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് പിന്നെ കണക്ക് കൊടുക്കേണ്ടിയില്ല. അതിൽ നമുക്ക് മോചനം ലഭിച്ചിരിക്കുക. പാപം നമ്മൾ ചെയ്യത്തില്ലെന്നോ പാപത്തിന് നമ്മളോടൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നോ അല്ല, പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചിരിക്കുക. യാതൊരു വിധത്തിലും പാപത്തിന് നമ്മൾ അടിമയല്ല. പിന്നെ അതിൽ നമുക്ക് മോചനം ലഭിച്ചിരിക്കുക. ന്യായപ്രമാണത്തിന് നിന്ന് നമുക്ക് മോചനം ലഭിച്ചിരിക്കുക. ഇത് സംബന്ധമായിട്ട് നമ്മൾ മരിച്ചിരിക്കുക. ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി വിടുതൽ പ്രാപിച്ചിരിക്കുക. അതിനെ നടുവിൽ തറച്ച്, ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞിരിക്കുക. കർത്താവിന്റെ കൃപയാൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. കാൽവറിയിലെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ആ ദൈവ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും നമ്മളെ ഇനി മാറ്റുവാൻ കഴിയാത്തവണ്ണം 7-ാം അധ്യായത്തിൽ കൂടെ നമ്മൾ ചിന്തിച്ച് നിർത്തുന്നതാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവാത്മാവിനാൽ അനുദിനം നിയന്ത്രിക്കപ്പെടുന്നു. അവൻ ആത്മാവിനാൽ അനുദിനം ബലപ്പെടണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയില്ല. ഇതൊക്കെയാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ ചിന്തിച്ചത്. നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നത്. നാം ക്രിസ്തുവിൽ പരിപൂർണരാണ്. നാം ക്രിസ്തുവിൽ മരിച്ച് നമ്മുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ വെളിപ്പെടും. മറഞ്ഞിരിക്കുന്നു, നാം യേശു ക്രിസ്തുവിനോടൊപ്പം തേജസ്സിൽ നാം വെളിപ്പെടും. ഇതെല്ലാം ഭയങ്കര അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് 8-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്. 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഇങ്ങനെ പറയാൻ കാര്യം. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അനുഗ്രഹീതമായ ഈ വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓഫറിനായിട്ട്, ഈ അനുഗ്രഹത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം ഇപ്പോൾ ആത്മാവിലായിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ നാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതാണ് ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇതാ ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുക. ഇനി നമുക്ക് ഈ പ്രമാണത്തിനൊന്നും നമ്മളെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. ഹല്ലേലൂയ. ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഈ പ്രമാണം നമ്മൾ ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ആത്മാവിൽ ജനിച്ച അന്ന് മുതലാ. വീണ്ടും ജനനമല്ല നമ്മിൽ സംഭവിക്കുന്നത്. നമുക്കുള്ളത് വീണ്ടും ജനനമല്ല. എൻ്റെ മുന്നിലുള്ളത് അടുത്ത 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു നിർത്താം. ഇന്ന് നമുക്ക് അധികം പ്രോഗ്രസ്ഡ് ആവാൻ കഴിയത്തില്ല. എന്നാലും അടുത്ത ചില ദിവസങ്ങൾ കൊണ്ട് നമുക്ക് 8-ാമത്തെ അധ്യായം പഠിച്ചു തീരാൻ പറ്റത്തുള്ളൂ. അതിന്റെ ബേസ് ഒന്ന് കറക്റ്റ് ആയി പോകണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ അത്ര സമയം അവിടെ എടുത്തത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് നമ്മള് രക്ഷിക്കപ്പെടുന്നത് ആത്മാവിൽ ജനിക്കുന്ന അന്നു മുതലാ. 1-ാമത്തെ അധ്യായം, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചോട്ടെ. അവിടെ പറയുകയാണ്, അവനിൽ നിങ്ങൾക്കും. എന്നാ നിങ്ങൾ ജനിച്ചത്? എന്ന് മുതലാ ഇത് നമുക്ക് ബാധകമാകുന്നതെന്നറിയാമോ? അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. ഈ വാക്യമൊക്കെ ഒന്ന് ശരിക്കും തറവാക്കി വെക്കണം നിങ്ങളുടെ മനസ്സിൽ. എന്നാൽ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. ഇതെന്താ? നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്താണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതിലെ ആഴമായ വിശ്വാസം, അതാണ് നമ്മുടെ രക്ഷയുടെ സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അത് എന്ന് നിങ്ങൾ കേട്ടോ, അവനിൽ വിശ്വസിക്കുകയും അത് എന്ന് നിങ്ങൾ വിശ്വസിച്ചോ, അന്ന് നിങ്ങൾ അവിശ്വസിച്ച ദിവസം. ഇംഗ്ലീഷ് നോക്കിയേ, ഇൻ ഹും യു ഓൾസോ ട്രസ്റ്റഡ് ആഫ്റ്റർ ദാറ്റ് യീ ഹേർഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. നിങ്ങൾ ആ സത്യവചനം കേൾക്കുകയും ദ ഗോസ്പൽ ഓഫ് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള ആ സുവിശേഷം നിങ്ങൾ കേട്ട്, ഇൻ ഹും ഓൾസോ ആഫ്റ്റർ ദാറ്റ് യീ ബിലീവ്ഡ്, നിങ്ങൾ എന്ന് അതിൽ വിശ്വസിച്ചോ, ഈ വെയർ സീൽഡ് വിത്ത് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്, അന്ന് നിങ്ങളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ടത്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്. അടുത്ത വാക്യത്തിൽ 2 ലൈൻ ഒരു അല്പം കട്ടിയായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പലർക്കും അവിടെ വെച്ചത് ഡിസ്കണക്ട് ആയി പോകും.
തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ, അതൊക്കെ അങ്ങ് വിട്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കുഴപ്പമില്ല. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അഡ്വാൻസ്, ഡൗൺ പേയ്മെന്റ്. നമ്മളൊരു കാറ് മേടിക്കണമെങ്കിൽ, വീട് മേടിക്കണമെങ്കിൽ നമ്മൾ ആ ഡീൽ എഴുതുന്നതിന് മുമ്പായിട്ട് കൊടുക്കുന്ന ഡൗൺ പേയ്മെന്റിനെയാണ് ഈ അച്ചാരം എന്ന് പറയുന്ന അഡ്വാൻസ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുക. എന്തിന്? നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഉള്ളതിന്റെ അഡ്വാൻസ്, അതിന്റെ കൺഫർമേഷന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചിരിക്കുക. അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇത് വന്ന ദിവസം കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്നുള്ള ആഴമായ വിശ്വാസവും അതിലെ സമർപ്പണവും നടന്ന ദിവസമാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടല്ല, നിങ്ങളുടെ വിശുദ്ധ ജീവിതം കണ്ടിട്ടല്ല, നിങ്ങളെ നന്നായി അറിയാവുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരുടെ മുമ്പിൽ ഒരു പക്ഷേ ആക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നന്നായി അറിയാം. ഭാര്യയ്ക്ക് നിങ്ങളെ അറിയത്തില്ല, ഭർത്താവിന് നിങ്ങളെ അറിയത്തില്ല, പള്ളിയിൽ അച്ഛന് നിങ്ങളെ ഒരു പക്ഷെ അറിയത്തില്ലെന്ന് വന്നേക്കാം. പക്ഷെ ദൈവം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നന്നായി അറിയാവുന്ന ദൈവമാണ്. ആ അകത്തെ മനുഷ്യനിൽ നടക്കുന്ന പരിവർത്തനം മനസ്സിലാക്കിയ ദൈവം ആ വിശ്വാസം മൂലം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അന്ന് മുദ്രയിട്ടിരിക്കുക. ഇതെന്ന് വരെയാ മുദ്രയിട്ടിരിക്കുന്നത്? വീണ്ടെടുപ്പിൻ നാള് വരെയാ. 30-ാമത്തെ വാക്യം, 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഇത് കണ്ടില്ല, അവിടെ പറയാ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാര്യം ഈ ആത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുക, അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളെ മുദ്രയിട്ടിരിക്കുക. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ അന്ന് വരേക്കും മുദ്രയിട്ടിരിക്കുക. ഈ ദിവസം റോമാലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അടുത്ത ഒരു വാക്യം കൂടെ, ഞാൻ ഈ 3-ാമത്തെ വാക്യം കൂടെ തൽക്കാലം പറഞ്ഞ് ഇന്ന് നിർത്തുക. ഇവിടെ പറയുകയാണ്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ, ന്യായപ്രമാണത്തിന് ഇവിടെ ഒരു വലിയ പ്രമാണവും പ്രസ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്നു, അതിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ഈ ലോകത്തിലേക്ക് അയച്ചു. ഒരല്പം ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. ആ പറഞ്ഞ് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് നിർത്താം. മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നിരിക്കുക. എന്തിനാ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്, ട്രിനിറ്റേറിയൻ ഗോഡാണ്. ത്രിത്വം ത്രിയേക ദൈവമാണ്. ആ ദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ആ 3 വ്യക്തിത്വങ്ങളും കൂടെ ചേരുന്നതാണ് നമ്മുടെ ദൈവം, ത്രിയേക ദൈവം, ട്രിനിറ്റി അല്ലെങ്കിൽ ഗോഡ് ഹെഡ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ത്രിത്വം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അത് 3 പേരും വ്യക്തിത്വങ്ങളെ, തനതായ തീരുമാനങ്ങൾ എടുക്കാനും തനതായ വ്യക്തിത്വങ്ങളുള്ള 3 പേരും കൂടെ ചേരുന്നതാണ് നമ്മുടെ ആ ഗോഡ് ഹെഡ് അല്ലെങ്കിൽ ട്രിനിറ്റി, പരിശുദ്ധനായ ദൈവം എന്ന് പറയുന്നത്. ഈ ത്രിത്വം അഖിലാണ്ടത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപേ, ഈ ആകാശവും ഭൂമിയും മനുഷ്യനെയൊക്കെ സൃഷ്ടിക്കുന്നതിന്, ദൂതസഞ്ചയങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപേ, സകലത്തിന് മുൻപേ, അനാദി നിർണയത്തിന് മുൻപേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത്. എന്നാൽ അതിന് മുൻപായിട്ട് ഈ മറ്റുള്ള സൃഷ്ടികളെ എല്ലാം ചെയ്യുക. ആ സൃഷ്ടികളൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രാരംഭമായിട്ട് സ്വർഗവും സ്വർഗത്തിലെ ദൂതസഞ്ചയങ്ങളെ ഒക്കെ സൃഷ്ടിക്കുക. ദൈവത്തിന് നന്നായിട്ട് അറിയാം, എൻഡ് ടു എൻഡ് സകലതും അറിയുന്ന ദൈവമാണ്. ദൈവം സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമാണ്. ദൈവത്തിന് അറിയാം എന്ത് സംഭവിക്കുമെന്നും ആ എറ്റേണിറ്റി മുതൽ ഫ്യൂച്ചർ എറ്റേണിറ്റിയിലും എന്ത് സംഭവിക്കും എന്നുള്ളതെല്ലാം ദൈവത്തിന് അറിയാം. ഈ ദൂതന്മാര് ദൈവത്തിനെതിരെ തിരിയുമെന്നും ഭയങ്കര ഒരു സ്വർഗത്തിലൊരു റിബല്യൻ ഉണ്ടാകുമെന്നും അവരെല്ലാം വെട്ടിക്കളയും. ആ ദേവപർവ്വതത്തിൽ നിന്നും സാത്താന്റെ കൂടുള്ള സൈന്യത്തെ എല്ലാം വെട്ടിക്കളയുമെന്നും അവരെ ആ ദുഷ്ടാത്മസേന, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വെട്ടിക്കളയുമെന്നും സാത്താന്റെ പാർപ്പിടമായിരുന്ന ഭൂമി ഏദൻ അത് ശപിക്കപ്പെടുമെന്നും ആ ഏദനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഇരുട്ട് ബാധിച്ച് അന്ധകാരം മൂടി തള്ളപ്പെട്ടു പോകുമെന്നും എല്ലാം ദൈവത്തിന്, അതെല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ളത് ദൈവത്തിന് അറിയാം.
അതിനുശേഷം പിന്നെ അതിനെ പുനരുദ്ധരിക്കുമെന്നും അതിന് മേൽ പ്രകാശം വീശുകയും പിന്നെ അവിടെ അതിനെ കരയും കടലും പ്രകാശവും ഒക്കെ ആയിട്ട് മാറുകയും അതിനുശേഷം ആദാമിനെ സൃഷ്ടിക്കുകയും ഏദൻ തോട്ടത്തിലാക്കുകയും ഒക്കെ ചെയ്യും. ഏദൻ തോട്ടത്തെ പുനരുദ്ധരിക്കും, അങ്ങനെ അവനെ അതിലാക്കുമെന്നും എല്ലാം ദൈവത്തിന് അറിയാം. അതിനുശേഷം ഈ മനുഷ്യനെ സാത്താൻ, വീണുപോയ സാത്താൻ തെറ്റിച്ചു കളയുന്നു, വഞ്ചിക്കുമെന്നും അവൻ പാപത്തിന് അടിമയായി പോകുന്നു, അവന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഈ സകലവും സാത്താന്റെ അധീനതയിലാകുമെന്നും അതിനെ തിരിച്ചു പിടിക്കണമെന്നും അതിനെ റിഡീം ചെയ്യണമെന്നും ഈ വീണുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ റിഡീം ചെയ്യാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. അവനെ വീണ്ടെടുക്കാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈദർ വൺ ഓഫ് us, പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ ആരെങ്കിലും ഒരാള് ഇതിനു വേണ്ടിയിട്ട് ഒരു മറുവില യാഗമാകണം. അതിനൊരു പാപത്തിന്റെ പരിഹാര യാഗമായി തീരണം. ക്രൂശിൽ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി പാപത്തിന്റെ ശമ്പളം മരണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കണം. ഇതിൽ ആരെങ്കിലും ഒരാൾ അനുഭവിക്കണം എന്നുള്ളതൊക്കെ ദൈവത്തിന് ഈ ഉലകം സൃഷ്ടിക്കുന്നതിന് മുൻപേ അറിയാം. അങ്ങനെ ഉലക സൃഷ്ടിക്ക് മുൻപേ കർത്താവായ യേശു ക്രിസ്തു അതിനുവേണ്ടി നിയോഗിക്കപ്പെടുകയും കർത്താവ് അത് സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും അങ്ങനെ യേശു ക്രിസ്തു ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ, അഖിലാണ്ടത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ യേശു ക്രിസ്തുവിനെ ഇതിനായിട്ട് നിയമിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യനെ കർത്താവിന്റെ പ്രതിരൂപമായി ഈ ആദമിനെ സൃഷ്ടിക്കുന്നതും കർത്താവിന് കാൽവറിയിൽ ആ യാഗമായി തീരുവാൻ പാകത്തിന് ഈ കൈയുടെ ഈ അൾനാന്നും റേഡിയസ് എന്നൊക്കെ പറയുന്ന ഈ അസ്ഥി കണ്ടോ, ആണി അടിക്കാൻ പാകത്തിനാണ് ഈ അസ്ഥി വരെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിനിടയിലാണ് ആണി അടിക്കുന്നത്. A to Z കാര്യങ്ങള് അതുപോലെ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഈ പ്രസ്താവിക്കുന്ന തിരുവചനത്തിൽ കൂടി ഈ പ്രസിദ്ധമാക്കുന്ന ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ഉലക സ്ഥാപനം മുൻപേ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളാണ്. ഇതിന് വേറെ യാതൊരു മാർഗവുമില്ല. അങ്ങനെയാണ് ദൈവം മനുഷ്യപുത്രനായിട്ട് ലോകത്തിൽ വരുന്ന ദിവസം ഞാൻ ഈ മനുഷ്യപുത്രൻ എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് ഇതുപോലൊരു ദിവസത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അന്ന് എന്താണ് മനുഷ്യപുത്രന്റെ പ്രത്യേകത, എങ്ങനെ മനുഷ്യപുത്രനായിരിക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അന്ന് ചിന്തിക്കും അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഈ മനുഷ്യപുത്രനായിട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എന്താ ചോദ്യത്തിന്റെ അർത്ഥം എന്നറിയാമോ? നിങ്ങൾ വിചാരിക്കുന്ന മാതിരി, നമ്മിൽ പലരും വിചാരിക്കുന്ന മാതിരി പിറ്റേ ദിവസത്തെ ക്രൂശീകരണമോ അടിയോ ഒന്നും അല്ല വിഷയം. കർത്താവ് ചോദിക്കുന്നത് ഉലകത്തിന്റെ മുഴുവനും പാപം തന്റെ മേൽ ചുമത്താൻ പോവുക. ദൈവത്തിന്റെ മേൽ, അതിപരിശുദ്ധനായ ദൈവത്തിന്റെ മേൽ ഉലകത്തിന്റെ പാപം. ഉലകം എന്ന് പറഞ്ഞാൽ എത്ര പേരാ? ഇന്ന് 800 കോടി ജനം ഈ ഭൂമിയുടെ മേലെ നിൽപ്പുണ്ട്. ഒരു 2000 കോടിയുടെ മേലെ ഭൂമിക്ക് അടിയിൽ പോയിട്ടുണ്ട്. റൗണ്ട് അബൌട്ട് ഒരു 3000 കോടി ജനങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്ന പാപമാണ്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ഇനിയും ജനിക്കാനിരിക്കുന്നതേ ഉള്ളൂ കുറെ. ഒരു 3000 കോടി ജനങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്ന പാപം എണ്ണി 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 എല്ലാത്തിൻ്റെയും പരിഹാരത്തിനായിട്ട് കർത്താവിന്റെ മേൽ ചുമത്തുക. ഇതാ കർത്താവ് ചോദിക്കുന്ന ഗെത്സമനെ തോട്ടത്തിൽ. പിതാവേ, കഴിയുമെങ്കിൽ ഇസ് ദർ എനി അതർ വേ that you can redeem the mankind എന്ന് ചോദിക്കുക. ഒരു മാർഗവുമില്ല. പിതാവ് മുഖം മറച്ചു കളഞ്ഞു. ഇതേ ചോദ്യം ആ ക്രൂശിൽ കിടന്ന് ചോദിക്കുന്നേ. എലി എലി ലമ്മ ശബക്താനി, എന്നെ കൈവിട്ട് കളഞ്ഞത് എന്താന്ന് ചോദിക്കുന്നേ. പിതാവായ ദൈവം പുത്രനെ കൈവിടുകയാണ്. കാര്യം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ. ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ നിവർത്തീകരണമായി നടക്കുന്നത്. അതിലെ ആഴമായ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുക. അതിലെ വിശ്വാസത്താൽ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവിക പദ്ധതിയായി ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ വായിച്ച് കേൾപ്പിച്ച ഭാഗം ഒരിക്കൽ കൂടെ വായിച്ച് തൽക്കാലം നിർത്തുക. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, ഈ ജഡത്തിൽ വന്ന ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ, ഇത് ന്യായപ്രമാണത്തിന് കഴിയത്തില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാക്കാൻ വേണ്ടിയിട്ട് ആ ന്യായപ്രമാണം തന്നത്. അതുകൊണ്ട് ഇത് സാധിക്കത്തില്ല, നിങ്ങൾക്ക് വേറെ ഒരു മാർഗമില്ലാതെ കഴിയത്തില്ല. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ, പാപിയായിട്ടല്ല, ആ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ, ആദാമിനെ ഏത് സാദൃശ്യത്തിൽ ചെയ്തോ അതേ സാദൃശ്യത്തിലും പാപം നിമിത്തവും പാപം കാരണമായിട്ട് വായിച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഞാനിവിടെ നിർത്തുക.
ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു. പക്ഷെ ദൈവം നീതിമാനാണ്. ദൈവം ആ പാപത്തിന് ശിക്ഷ വിധിക്കുക. ദൈവത്തിന്റെ പുത്രൻ ആ ദൈവത്തിന്റെ കോപാഗ്നിയിൽ വെന്തുരുകുക. 3 മണിക്കൂർ ആ ക്രൂശിൽ കിടന്ന് വെന്തുരുകുക. ഭൂമി ഇരുണ്ടുപോയി, ആകാശം ഇരുണ്ടുപോയി, സൂര്യൻ ഇരുണ്ടുപോയി. അതിന് പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ സംഭവമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ വാക്യം കൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ നിർത്തി. അടുത്ത ദിവസം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഒരല്പം ഞാൻ അവിടുന്നും ഇവിടുന്നും ഒക്കെ ആയിട്ട് പറയാനിടയായെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങളെ ഒന്ന് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇതിലൊന്ന് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും എടുത്തത്. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.